നിനക്ക് വരയ്ക്കാൻ നല്ല കഴിവുണ്ട്. ആ ഏരിയയിൽ എങ്ങാനും പിടിച്ചാ പോരെ. ഇപ്പം ബെറ്റിയെ തോപ്പിക്കണം, അതാണ് പ്രശ്നം. അവക്കൊന്ന് വേഷം കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത്യാവശ്യം തലയുള്ളത് ആർക്കാ മൂമ്മ? എന്റെ ലക്ഷ്യമോക്ക് അർദ്ധനാരീശ്വരി വേഷം ചെയ്താ പൊളിക്കും. ദേവിയുടെ വേഷം കെട്ടിക്കാം. இந்த சேலை எல்லாம் உடுத்துன்னு வச்சுக்கோ, பார்க்க ரொம்ப அழகா இருப்ப. എന്തുവാ കൊറേ നേരം ആയല്ലോ, കഴിഞ്ഞില്ലേ ഇതുവരെ? முடிஞ்சாச்சம்மா. ലച്ചു തിരിച്ചു വന്നു. പക്ഷെ ലച്ചു വന്നപ്പോഴത്തേക്ക് സിദ്ധു പോയി. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. കാരണം സിദ്ധു ലച്ചു കൂടെ ഒരു എപ്പിസോഡിൽ ഒന്ന് ഒരുമിച്ച് വന്നിട്ട്, കാരണം ഒരാഴ്ചയായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് ലച്ചുവിന്റെ ഒരു കംബാക്കിന് വേണ്ടിയിട്ട്. അപ്പൊ അത് സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ കൂടെ സിദ്ധുവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രസമായിട്ട് തന്നെ വന്നാലും തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ലച്ചു വന്നിട്ട് ഒരു ആശ്വാസമുണ്ട്. എന്തായാലും അടുത്ത എപ്പിസോഡിലൊക്കെ സിദ്ധുവും ലച്ചുവും കൂടെ ഒരുമിച്ചുള്ള കോംബോ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പുതിയ എപ്പിസോഡ് എനിക്ക് രസകരമായിട്ട് തന്നെയാണ് തോന്നിയത്. പാറുവിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഫാൻസി ഡ്രസ്സ് പരിപാടി എന്തായാലും ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ദേവിയുടെ ഒരു വേഷമൊക്കെ കെട്ടിയിട്ട് അതിന് ലച്ചുവാണ് അതിൻ്റെ ഒരു ഹെഡായിട്ട് നിന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്ന. കേശു പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് ഇവിടെ പാറക്കുട്ടീനെ ഒരുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അത്യാവശ്യം അവസരം പാളിപ്പോകുന്ന രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് കണ്ടു തന്നെ അറിയാം. എന്തായാലും സിദ്ധുവിൻ്റെ തിരിച്ചു വരുവാനായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. സിദ്ധു ലച്ചുവിൻ്റെ ആ ഒരു കോംബോ, അവർ ആ ഒരു തിരിച്ചു വരുന്ന ആ ഒരു എപ്പിസോഡ് തന്നെ അവരുടെ ആ ഒരു കോംബോ പരിപാടി കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട്